നമസ്കാരം. നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളിൽ കൊടുക്കുന്ന ടാഗും ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ഹാഷ്ടാഗും ഒക്കെ നമ്മുടെ വീഡിയോ വൈറലാകാനായിട്ട് SEOയിൽ ഏതെങ്കിലും രീതിയിലുള്ള റോൾ വഹിക്കുന്നുണ്ടോ? പലർക്കും ഒരു സംശയമാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തതിന് ശേഷം തുടർന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു സപ്പോർട്ട് ആയിരിക്കും. അപ്പോൾ നമുക്ക് ടാഗിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മുടെ വീഡിയോയിൽ കൊടുക്കുന്ന ടാഗുകൾ റെലവെന്റ് ആണെന്നുണ്ടെങ്കിൽ അത് കാരണം നമ്മുടെ വീഡിയോ വൈറലാകാനുള്ള സാധ്യതയുണ്ടോ? ഇപ്പോഴത്തെ ഒരു സമയത്തിൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. മുമ്പൊരു 5 വർഷം അല്ലെങ്കിൽ ഒരു 6 വർഷം മുമ്പോട്ട് പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു വീഡിയോകളിൽ. ആ ടാഗ് നോക്കി ആ ടാഗ് കൊടുത്തിരിക്കുന്ന കീവേഡ്സിലൂടെ ഒക്കെ ആയിരുന്നു യൂട്യൂബ് നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചിരുന്നത്. എന്നാൽ ഇപ്പം അതിന്റെ ഒരു ആവശ്യം യൂട്യൂബിനില്ല. യൂട്യൂബ് തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ് വീഡിയോകളിലെ ടാഗ് അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്നുള്ളത്. കാരണം എയുടെ വരവോടുകൂടി ടാഗ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും അൽഗോരിതത്തിന് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. എ വെച്ചിട്ട് ഇത് ഏത് ടൈപ്പ് വീഡിയോ ആണ്, ആർക്കാണ് ഈ വീഡിയോ റെക്കമെൻഡ് ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ യൂട്യൂബിന് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ കൊടുക്കുന്ന ടാഗുകൾ ഒരു രീതിയിലും നമ്മുടെ വീഡിയോയുടെ SEOയിൽ പെർഫോം ചെയ്യുന്നില്ല. അപ്പൊ ഇനി വീഡിയോയിൽ ടാഗ് ഇടണോ വേണ്ടിയോ എന്നുള്ള ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ യൂട്യൂബ് അങ്ങനെ ഒരു സ്പേസ് യൂട്യൂബ് വീഡിയോകളിൽ കൊടുത്തിട്ടുള്ളിടത്തോളം കാലം നമ്മൾ ടാഗ് ഇടുന്നത് കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ടാഗ് ഇടുമ്പം 2 കാര്യങ്ങളാണ്. നമ്മുടെ ആ ഒരു വീഡിയോ ഏത് ടോപ്പിക് ആണെന്ന് പെട്ടെന്ന് യൂട്യൂബിന്റെ അൽഗോരിതത്തിന് മനസ്സിലാക്കാനും ഏത് കാറ്റഗറി ആണെന്ന് മനസ്സിലാക്കാനും ടാഗിലൂടെ കുറച്ചുകൂടെ ഈസി ആയിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് ടാഗ് കൊടുക്കുന്നത് മോശമായിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെങ്കിൽ ടാഗ് SEO പെർഫോമൻസിലോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ വൈറലാകാനുള്ള ഒരു സാധ്യതയിലോ വലിയ പങ്ക് വഹിക്കുന്നില്ല. നമുക്കറിയാവുന്ന കാര്യമാണ്, യൂസർ പ്രിഫറൻസിലാണ് യൂട്യൂബ് മുൻതൂക്കം കൊടുക്കുന്നത്. അതായത് ഒരു യൂസറിന് ഏത് കാറ്റഗറിയിലുള്ള കണ്ടന്റ് ആണോ താല്പര്യം, അങ്ങനെയുള്ള കണ്ടന്റുകളായിരിക്കും അവർക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ പ്രോപ്പർ ടാഗ് റെലവെന്റ് ആയിട്ടുള്ളത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിന് കുറച്ച് ഈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് അതിനെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു എന്ന് വരാം. അതിനപ്പുറത്തേക്ക് വലിയ പ്രയോജനങ്ങൾ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല മുമ്പോട്ടുള്ള സമയത്ത്. അടുത്തത് ഹാഷ്ടാഗിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഹാഷ്ടാഗ് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പക്ഷേ യൂട്യൂബിൽ ഹാഷ്ടാഗ് എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് അധികം സമയമൊന്നും ആയിട്ടില്ല. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേ ഹാഷ്ടാഗ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ യൂട്യൂബിൽ വന്നിട്ട് അധികം സമയമായിട്ടില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ ഹാഷ്ടാഗ് കൊടുക്കാൻ പറ്റും. ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഹാഷ്ടാഗ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം 15 ഹാഷ്ടാഗ് വരെ കൊടുക്കാം. ഇനി ടൈറ്റിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 3 ഹാഷ്ടാഗ് വരെ കൊടുക്കാം. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ ടൈറ്റിൽ ഹാഷ്ടാഗ് കൊടുക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മുടെ ഈ ഷോർട്ട് വീഡിയോസ് ഒക്കെ വന്ന സമയത്ത് നമ്മൾ ഹാഷ്ടാഗ് ഇട്ടിട്ട് ഷോർട്സ് എന്നൊക്കെ കൊടുക്കുമായിരുന്നു. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിരുന്നു. പക്ഷേ ഇപ്പം അതിന്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഡിസ്ക്രിപ്ഷനിൽ മസ്റ്റ് ആയിട്ട് ഹാഷ്ടാഗ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഹാഷ്ടാഗ് വെച്ച് ആളുകൾ അധികം സെർച്ച് ചെയ്തൊന്നും യൂട്യൂബ് വീഡിയോ കാണുന്നില്ല. ഇപ്പൊ യൂട്യൂബിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് വേണമെന്നുണ്ടെങ്കിൽ ഹാഷ്ടാഗ് കൊടുത്തുകൊണ്ട് അത് സെർച്ച് ചെയ്യാറില്ല. ഇപ്പൊ ചിക്കൻ കറിയെ കുറിച്ചുള്ള ഒരു റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഹാഷ്ടാഗ് ചിക്കൻ കറി റെസിപ്പി എന്ന് ആരും സെർച്ച് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഹൗ ടു മേക്ക് ചിക്കൻ കറി എന്നായിരിക്കും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്നത്. അപ്പൊ ഈ ഹാഷ്ടാഗിന് യൂട്യൂബ് സെർച്ചിൽ വലിയ റോൾ ഇപ്പോൾ ഇല്ല. പക്ഷേ ഫ്യൂച്ചറിൽ ഹാഷ്ടാഗിന് റോൾ വരാനുള്ള സാധ്യതയുണ്ട്. ഹാഷ്ടാഗ് വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ സെർച്ചിലേക്ക് വരും. പക്ഷേ വീഡിയോ റാങ്കിങ്ങിലേക്ക് പോകാനുള്ള സാധ്യത ഹാഷ്ടാഗ് ഇടുന്നതുകൊണ്ട് കൂടുന്നില്ല. കാരണം വീഡിയോ റാങ്കിങ് യൂട്യൂബ് ഡിസൈഡ് ചെയ്യുന്നത് ആ വീഡിയോയ്ക്ക് കിട്ടിയിട്ടുള്ള ഓഡിയൻസ് റിട്ടൻഷൻ, അതേപോലെ അതിന്റെ വാച്ച് ടൈം, അതിന്റെ എൻഗേജ്മെന്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും വീഡിയോ റാങ്കിങ്ങിലേക്ക് വരും. അപ്പൊ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളിൽ ഹാഷ്ടാഗ് കൊടുക്കണോ വേണ്ടേ? എന്റെ അഭിപ്രായത്തിൽ ഹാഷ്ടാഗ് ഒഴിവാക്കരുത്. എല്ലാ വീഡിയോകളിലും പ്രോപ്പർ ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഹാഷ്ടാഗ് കൊടുക്കുക. ടൈറ്റിൽ കൊടുക്കണമെന്ന് ഞാൻ പറയത്തില്ല. ഡിസ്ക്രിപ്ഷനിൽ ഒരു 5ഓ 10ഓ അതിനുള്ളിൽ ഹാഷ്ടാഗ് കൊടുക്കുക. ഇപ്പൊ യൂട്യൂബിൽ ഹാഷ്ടാഗ് വെച്ചുള്ള സെർച്ച് ഇല്ലെന്നേ ഉള്ളൂ. ഫ്യൂച്ചറിൽ അത് കൂടാനുള്ള സാധ്യതയുണ്ട്. ആ സമയങ്ങളിൽ നമ്മുടെ വീഡിയോ ഈ പറഞ്ഞതുപോലെ സെർച്ചിലേക്ക് കൂടുതൽ കയറി വരാനൊക്കെയുള്ള സാധ്യതകൾ വർദ്ധിക്കും. അപ്പൊ അതുകൊണ്ട് ഹാഷ്ടാഗ് ഒഴിവാക്കേണ്ട. ഹാഷ്ടാഗ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യും. അടുത്തത് ഡിസ്ക്രിപ്ഷൻ ആണ്. ഒരു വീഡിയോയുടെ SEO പെർഫോമൻസിൽ ഡിസ്ക്രിപ്ഷൻ ഏത് രീതിയിലുള്ള റോളാണ് വഹിക്കുന്നത്? എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പറഞ്ഞു വന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ വഹിക്കുന്നത് ഡിസ്ക്രിപ്ഷൻ ആണ്. ഡിസ്ക്രിപ്ഷൻ, അതേപോലെ തമ്പനെയിൽ, അതിനൊപ്പം ടൈറ്റിൽ. മെയിൻ ആയിട്ടുള്ളത് തമ്പനെയിലും ടൈറ്റിലുമാണ്. അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ ആണ്. അപ്പൊ ഈ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മുടെ വീഡിയോകൾ റാങ്കിങ്ങിലേക്ക് വരാനും അതേപോലെ ഗൂഗിൾ സെർച്ചിൽ വരാനും ഒക്കെ വളരെ പ്രയോജനം ചെയ്യും. അപ്പൊ എങ്ങനെയാണ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടെങ്കിൽ ഞാൻ അതൊന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ കൊടുക്കുന്ന ടൈറ്റിൽ കീവേഡ്സ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കുമല്ലോ നമ്മൾ ടൈറ്റിൽ കൊടുക്കുന്നത്. ആ ടൈറ്റിൽ തന്നെ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ഏറ്റവും ടോപ്പിലായിട്ട് കൊടുക്കാം. അതിന് താഴെയായിട്ട് നമുക്ക് ആ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും, കീവേഡ് ഉൾപ്പെടുത്തിക്കൊണ്ട് ആ വീഡിയോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് എഴുതാം. അത് മലയാളത്തിൽ എഴുതാം, അതല്ല എന്നുണ്ടെങ്കിൽ മംഗ്ലീഷിൽ എഴുതാം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ കാര്യം എഴുതി പിടിപ്പിക്കാം. അപ്പൊ അത് കീവേഡ്സ് വെച്ചിട്ട് തന്നെ വേണം നമ്മളത് പ്രോപ്പർ കീവേഡ് ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സാധ്യതയാണ് നമ്മുടെ വീഡിയോകൾ സെർച്ചിലേക്ക് വരാനായിട്ടുള്ളത്. അതിന്റെ താഴെ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ എന്തൊക്കെ ടോപ്പിക്സ് കവർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് 1 by 1 ആയിട്ട് നമ്പർ ഇട്ടുകൊണ്ട് കീവേഡ്സ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് 4ഓ 5ഓ എണ്ണം കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ നമ്മൾ പ്രോപ്പർ കീവേഡ്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ റാങ്കിങ്ങിലേക്ക് അല്ലെങ്കിൽ യൂട്യൂബ് സെർച്ചിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതെല്ലാം കൊടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ എൻഗേജിങ് ആയിരിക്കണം, നല്ല കണ്ടന്റ് ആയിരിക്കണം, എന്നെങ്കിൽ മാത്രമേ യൂട്യൂബ്
റാങ്കിങ്ങിൽ അത് നിൽക്കത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം 1-2 ദിവസം നമ്മുടെ വീഡിയോ സെർച്ചിൽ നമ്മൾ കൊടുത്ത കീവേഡിന്റെ ഒക്കെ ബലത്തിൽ എസ്ഇഒയുടെ ബലത്തിൽ മുമ്പോട്ട് കയറി വരും. പക്ഷെങ്കിൽ ആളുകൾ ക്ലിക്ക് ചെയ്തവർ ആ വീഡിയോ വാച്ച് ചെയ്യാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ആ വീഡിയോ യൂട്യൂബ് സെർച്ചിലേക്ക് കൊണ്ടുവരത്തില്ല. ആ ഒരു കാര്യവും ഓർത്ത് വെച്ചോളുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. വീഡിയോ എൻഗേജിങ് ആയിരിക്കണം. ഒരാൾ ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവനത് കാണാനും അത് കാണുന്നതിലൂടെ അവൻ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്ന കണ്ടന്റ് ആയിരിക്കും. എന്നെങ്കിലേ അത് യൂട്യൂബ് സെർച്ചിൽ നിലനിൽക്കത്തുള്ളൂ എവർഗ്രീൻ കണ്ടന്റ് ആയിട്ട്. അപ്പൊ ഇനി യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുമ്പോൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയ ചാനലുകളുടെ ലിങ്ക് കൊടുക്കാനായിട്ട് സാധിക്കും, അഫിലിയേറ്റ് ലിങ്കുകൾ കൊടുക്കാൻ സാധിക്കും. ഇതൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാനുള്ളതാണ്. പക്ഷെങ്കിൽ പലരും ഇതൊക്കെ പ്ലെയിൻ ആയിട്ട് ഇരിക്കുകയാണ്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്കുകൾ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലൊക്കെ ക്ലിക്ക് ചെയ്ത് ആരെങ്കിലും എവിടെ നിന്നെങ്കിലും ഒക്കെ എപ്പോഴെങ്കിലും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കമ്മീഷൻ കിട്ടത്തില്ലേ? നമുക്ക് വെറുതെ കിട്ടുന്ന ഒരു ഏണിങ്സ് ആണ് അത്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. ഡിസ്ക്രിപ്ഷൻ നമ്മുടെ വീഡിയോയുടെ എസ്ഇഒയിലും നമ്മുടെ വീഡിയോ വൈറലാകാനുള്ള കാര്യങ്ങളിലും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളിലൂടെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള യൂട്യൂബുമായി ബന്ധപ്പെട്ട ടിപ്സും ട്രിക്സും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കണ്ട. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.